കൂട്ടുകാരെ, ഡ്രൈ ക്ലേ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ടോയ്സും അതുപോലെ വാൾ ഡെക്കറൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ ഡ്രൈ ക്ലേ ഉപയോഗിക്കാം. അതുപോലെ കുറച്ച് മൈദ എടുക്കുക. എന്നിട്ട് നമുക്കതിന് കുറച്ച് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. കുഴഞ്ഞു വരുന്നുണ്ട്. നല്ലപോലെ കുഴക്കുക. ഒരു ഗ്ലാസ് വെള്ളം വേണ്ടിയില്ല, കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. നമുക്ക് കൈ ഉപയോഗിച്ച് എല്ലായിടും ഒന്ന് കുഴച്ചെടുക്കാം. ഒന്ന് ഈർപ്പം കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ച് മൈദ കൂടെ ചേർക്കാം. മൈദയ്ക്ക് കുറച്ച് വെള്ളം മതി. അതുകൊണ്ട് കുറച്ച് മാവ് കുറച്ച് ബാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഇത് കുഴയ്ക്കാൻ തുടങ്ങാൻ. കുറച്ചുകൂടെ നമുക്ക് മാവ് വേണം. ഈ കറുത്ത കപ്പാണെങ്കിൽ മറുവശം ഒന്നും അറിയാൻ പറ്റില്ല. നല്ലപോലെ കുഴക്കണം. മാവ് ഒട്ടും മിച്ചം വരാൻ പാടില്ല. നമുക്കിതിൽ മുഴുവനും കുഴച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഓയിലും കൂടെ ഒന്ന് കുഴച്ച് കൊടുക്കാം. അതിനായിട്ട് കുക്കിംഗ് ഓയിൽ കുറച്ച് എടുത്തിട്ടുണ്ട്. കുറച്ച് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അടിവശത്ത് പൊടിയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലപോലെ കുഴച്ചെടുക്കണം. ഡ്രൈ ക്ലേ ഒക്കെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ എളുപ്പമല്ല. ചില കടകളിലൊന്നും ഡ്രൈ ക്ലേ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ട് ഇതേപോലെ ഡ്രൈ ക്ലേ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ചുകൂടെ നമ്മൾ മാവിട്ട് കൊടുക്കുക. രണ്ട് കൈ ഉപയോഗിച്ച് ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം.
കുട്ടികൾ കളിക്കാനും പെയിൻ്റ് അടിക്കാനും ഒക്കെ ഓരോ ടീച്ചിങ് പ്രാക്ടീസിനും നമുക്ക് ഈ ക്ലേ ഉപയോഗിക്കാം. കുട്ടികളെ കൊണ്ട് മുത്ത് പോലെ ആപ്പിൾ പോലെ എല്ലാം നമുക്ക് ഈ ഡ്രൈ ക്ലേ വെച്ച് ഉണ്ടാക്കി പഠിപ്പിക്കാം. ഭാവിയിൽ അവർ ക്ലേ വെച്ച് തന്നെ സെറാമിക് ക്ലേ വെച്ച് തന്നെ അവർ ഓരോ വസ്തുക്കൾ ഉണ്ടാക്കിക്കോളും. പ്രതിമകൾ ഒക്കെ നമുക്ക് കുട്ടിക്കാലത്ത് തന്നെ കുട്ടികളെ കൊണ്ട് പരിശീലിപ്പിച്ചെടുക്കാൻ പറ്റും. ഏകദേശം ഒന്ന് റെഡിയായിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് പുറത്തെടുക്കാം. കുറച്ച് മാവൂടെ അതിൽ മിച്ചമുണ്ട്, അതിന് നമുക്ക് ഇതിലോട്ട് തട്ടാം. എന്നിട്ട് നമുക്കിത് ഫ്ലോറിൽ വെച്ചാൽ നമുക്ക് ഈ ഫ്ലോറിന് ഒന്ന് കുഴച്ചെടുക്കാം. ഫ്ലോറും സ്പെല്ലിങ്ങിൽ ഇത്തിരി വ്യത്യാസമുണ്ട്. FLOR ഫ്ലോർ, നമ്മളുടെ ഈ ഫ്ലോറ്. FLOUR ദിസ് ഫ്ലോർ. മാവ് ഡോ ആയിട്ടുണ്ട്. എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ഇത് ഞാൻ ഇതേപോലെ നമുക്ക് ഉരുളകളാക്കി എടുക്കാം. നമുക്കതിൽ ആവശ്യത്തിനുള്ള കളറ് ചേർത്ത് കുറച്ച് പച്ച നിറത്തിലുള്ള ക്ലേ ഉണ്ടാക്കാൻ നമുക്ക് നമ്മൾ ക്യാമലിൻ്റെ ഈ പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നമ്മളൊന്ന് കുഴച്ചെടുക്കണം. ഇങ്ങനെ ഫ്ലോറിൽ വെച്ച് ഇങ്ങനെ കുഴച്ച് കുറച്ചുകൂടി എളുപ്പത്തിലത് ഒന്ന് മിക്സായി കിട്ടും. കുറച്ചുകൂടെ നമുക്കിത് കളർ ചേർക്കണം. ഇത് കളർ ഒരുപാട് കാലമാകുമ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ട് ഒരുപാട് കാലമാകുമ്പോൾ അതൊന്ന് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതേപോലത്തെ ഒരു ക്ലേ ഒക്കെ ഉണ്ടാക്കി മാറ്റി വയ്ക്കാം. ഇത് കുട്ടികൾക്ക് കളിക്കാൻ കൊടുത്തിട്ട് ഓരോ രൂപങ്ങൾ ഉണ്ടാക്കി എടുക്കും. കുറച്ചുകൂടെ മാവ് അതിൽ നമുക്ക് ചേർക്കാം. നമുക്കിത് വേണമെങ്കിൽ ഇതൊന്ന് തിളപ്പിച്ച് കൊടുക്കാം. കുറച്ച് പല രീതിയിൽ നമുക്ക് ഡ്രൈ ക്ലേ ഉണ്ടാക്കിയെടുക്കാം. മൈദ മാവ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ബോൾ പുട്ടി ഉണ്ടെങ്കിൽ അത് കുഴച്ചെടുത്താലും. ഇനി ഫെവിക്കോൾ വെച്ച് നമുക്ക് സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും നീണ്ട കാലത്തേക്ക് വച്ചേക്കണമെങ്കിൽ നമുക്കത് ഒരു ഐഡലോ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഫെവിക്കോൾ ചേർത്ത് വേണം ഇതുണ്ടാക്കാൻ, അല്ലെങ്കിൽ ഉറുമ്പൊക്കെ അരിച്ച് പോകും.
ഇത് നമ്മൾ കവറിൽ തന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഫെവിക്കോൾ ചേർക്കാതെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുട്ടികൾക്ക് കയ്യിൽ ഫെവിക്കോളായി നഖത്തിൽ എന്തെങ്കിലും അസുഖം ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഫെവിക്കോൾ ചേർക്കാതെയാണ് ഈ ക്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ചുകൂടെ നിറം കുറവാണ്. നമുക്ക് ഫ്രോഗൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഈ ക്ലേ വെച്ച്. പച്ച നിറത്തിലുള്ള ക്ലേ വെച്ച് കിളികൾ ഉണ്ടാക്കാൻ പറ്റും. നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം. ലീഫ് ഉണ്ടാക്കാൻ പറ്റും. പ്ലാന്റ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പേപ്പറിൽ ഒട്ടിച്ചെടുക്കാനായിട്ട് പ്ലാന്റ് പോലെ ഉണ്ടാക്കാനും നമുക്ക് ഈ ഗ്രീൻ കളർ ക്ലേ ഉപയോഗിക്കാൻ പറ്റും. ഏകദേശം നിറം വന്നിട്ടുണ്ട്. വീഡിയോയിൽ നല്ല ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത്. എൻ്റെ കൈയും കൂടെ നല്ല ഗ്രീൻ കളറായിട്ടുണ്ടെങ്കിൽ വാഷ് ചെയ്ത് വേണം നിറം മാറ്റിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലേ കിട്ടിയിട്ട് ഗ്രീൻ കളറിൻ്റെ ഒരു ക്ലേ കിട്ടിയിട്ട് നമുക്കിതിനെ അതിനൊരു മോഡലായിട്ട് എടുക്കാം. ആദ്യമായിട്ട് ഇങ്ങനൊരു വട്ടത്തിലുള്ളൊരു അതേപോലെ 2 ക്ലേ എടുത്തു. ഇങ്ങനെ നമുക്ക് കയ്യിലെടുക്കാൻ കണക്കാക്കി മാറ്റി വയ്ക്കുന്നു. ഇങ്ങനെ 2 വട്ടത്തിലുള്ള ഒരു ക്ലേ എടുത്തു. നമുക്ക് ചെറിയ ചെറിയ ഉരുളകൾ ഉണ്ടാക്കിയെടുക്കണം. അതെന്ന് വെച്ചാൽ നമുക്കൊരു ഫ്രോഗിനെയാണ് ഉണ്ടാക്കേണ്ടത്. അതിന് കാലുകളുണ്ട്. അത് നമുക്ക് ഒരു 3 ഗോലി ടൈപ്പിലുള്ള കാലിൻ്റെ പാദം വെച്ച് കൊടുക്കാം. ആ സൈഡിലും അതേപോലെ തന്നെ 3 ഗോലി ടൈപ്പിലുള്ള പാദം വെച്ച് കൊടുക്കുക. 1 2 3. നമുക്ക് ചെറിയൊരു കുറച്ചുകൂടെ ചെറുതാക്കിയാലും കുഴപ്പമില്ല. നമ്മൾ പാദം ഉണ്ടാക്കി. ഇനി നമുക്ക് അതിനൊരു ഉടലും ഉണ്ടാക്കി കൊടുക്കാം. ഇങ്ങനെ ഒരു ഉടൽ വെച്ച് കൊടുക്കാം. കുറച്ചുകൂടെ വലിയൊരു ഉടൽ വെച്ച് കൊടുക്കാം. ഇങ്ങനൊരു ഉടൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ഒരു തല
ഒരു അതിനൊരു തല വെച്ച് കൊടുക്കണം. അതിന് ഞാനൊരു ഗോളം ഇട്ടുന്നുണ്ട്. ഞാനൊരു തല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിന് കണ്ണ് വരച്ച് കൊടുക്കണം. കണ്ണിന് നമുക്ക് ഒട്ടിച്ചാണ് കൊടുക്കേണ്ടത്. 2 ഗോളം ആദ്യം ചെറിയ 2 ഗോളം എടുക്കുക. കണ്ണ് എപ്പോഴും നമുക്ക് തവളയ്ക്ക് വരയ്ക്കുമ്പോൾ കണ്ണത്തിരി ഉയരത്തിലാണ് ഇരിക്കുന്നത്. ഇതുപോലെ ഇതേപോലെ നമുക്കിനി കണ്ണിന് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് അല്പം വെള്ളം നനച്ചിട്ട് ഈ കണ്ണിന് നമുക്ക് ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. രണ്ട് കണ്ണും ഒട്ടിച്ചിട്ടുണ്ട്. നമുക്കിനി വാ വരച്ചു കൊടുക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നമുക്ക് വേറെയും റെഡ് കളറിലൊരു ക്ലേ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഈ മാവിൽ ഒരുപാട് കളറുണ്ടെങ്കിൽ കുറച്ച് നല്ല ഒരു നിറം കിട്ടുന്നു. നമുക്കൊരു ക്ലേ കൂടെ ഇത് ഒട്ടിച്ചെടുക്കാം. നല്ലൊരു നിറം കിട്ടിയിട്ടുണ്ട്. നമുക്കതിൽ നിന്ന് റോസാപ്പൂക്കളോ എന്തെങ്കിലും നമുക്കതിൽ ഉണ്ടാക്കാൻ പറ്റും. കുറച്ചുകൂടെ നിറം വേണ്ടി വരും. നമ്മൾ കൂടുതൽ ക്ലേ ഉണ്ടാക്കണമെങ്കിൽ കൂടുതൽ കളർ വേണ്ടി വരും. നല്ലപോലെ
കുഴച്ചെടുക്കുക. നമ്മൾ പണ്ടൊക്കെയാണ് മൈദമാവിട്ട് പൂരി എല്ലാം ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ പൊറോട്ട ഒന്നും അധികം കഴിക്കാതെ അത് വെച്ച് നമ്മൾ ക്ലേ ഒക്കെ ഉണ്ടാക്കി ഓരോ വസ്തുക്കൾ ഉണ്ടാക്കും. നമുക്ക് ആപ്പിൾ ഉണ്ടാക്കാൻ പറ്റും, സ്ട്രോബെറി ഉണ്ടാക്കാൻ പറ്റും, കുറച്ച് ഗ്രീൻ കളർ ക്ലേയും റെഡ് കളർ ക്ലേയും ഉണ്ടെങ്കിൽ എന്ത് വേണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ചുകൂടെ കളർ വേണം. നമുക്കിതുപോലെ ചെറിയ ചെറിയ മുത്തുകളൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാൻ പറ്റും. ഈർക്കലിൽ കൊരുത്ത് വെച്ച് നമ്മൾ അത് ആദ്യമേ കുറച്ച് ഫെവിക്കോൾ ചേർത്തിട്ട് ഡോ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈർക്കലിൽ കൊരുത്ത് വെയിലത്ത് വെച്ചാൽ നല്ലൊരു മുത്ത് ഉണ്ടാക്കാൻ പറ്റും. ആദ്യമേ കൊരുത്ത് കൊച്ചു ഈർക്കലിൽ കൊരുത്ത് ഏതെങ്കിലും മണൽ എന്തെങ്കിലും വെച്ചിട്ട് അതിലിങ്ങനെ കൊരുത്ത് വെച്ചാൽ നമുക്ക് നല്ലൊരു മുത്തുണ്ടാക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.